ഹലോ ആന്റി, ഇവിടെ ആരും ഇല്ലയോ? ചേട്ടാ, ഞാനിപ്പോ ഒരു ആരോഗ്യവകുപ്പിന്റെ ഒരു സെൻസസിന്റെ ഭാഗമായിട്ട് വന്നായിരുന്നു. കുഴപ്പമില്ല, എവിടെ പറഞ്ഞാൽ മതി. നമ്മുടെ വീട്ടിലെയോ? ചേട്ടാ, ഈ വീട്ടിൽ ആർക്കും ഇല്ല ചേട്ടാ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടാ, ആളുടെ എണ്ണോ ഞാൻ ചോദിച്ചേ? ഇയാളുടെ കൂട്ടിയ 5 പേര്. തൽക്കാലം ഇപ്പൊ എന്നെ കൂട്ടണ്ട, അപ്പൊ 4 പേരില്ലേ? അടുക്കുന്നില്ല ചേട്ടാ, ഞാനിപ്പോ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അപ്പൊ അതിന് മറുപടി പെട്ടെന്ന് എനിക്ക് അങ്ങ് പെട്ടെന്ന് പോയായിരുന്നു. പതുക്കെ ചോദിച്ചാൽ മതി. ചേട്ടാ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വസ്തു ഉണ്ടായിരുന്നു? ഇവിടെ കിടക്കുന്ന മേളോട്ടൊരു സ്ഥലം മൊത്തം നമുക്കാ. ചേട്ടാ, അത് പുറമ്പോക്കല്ലേ ഇത്? അത് കുഴപ്പമില്ല, അത് നമ്മൾ വിചാരിച്ചു നമ്മുടെ പേരിനെ കാണത്തില്ല. നമ്മളോ? അല്ല, ഞാനങ്ങ് പറഞ്ഞതാ. ഓ ചേട്ടാ, ഇവിടെ ആർക്കെങ്കിലും വരൽ രോഗങ്ങളും വല്ലതും ഉണ്ടായിരുന്നു? വയറില് ഞാനൊരു അമ്മാവനുണ്ടായിരുന്നു, പുള്ളി ചെറിയ നരമ്പാ. അതേ നാട്ടിൽ മൊത്തം വയറിലായതാ. ഞാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ മഹിമയില്ല ഞാൻ ചോദിച്ചത്, ആർക്കെങ്കിലും പകർച്ചവ്യാധി ഉണ്ടോ ഞാൻ ചോദിച്ചത്. പ്രേമം പകരൂ? എനിക്കറിയത്തില്ല, എനിക്കെന്തിനും വന്നിട്ടില്ല. അല്ല, പകരുമെങ്കിൽ അത് എനിക്കുണ്ട്. ഓ, അമ്മാവന്റെ നരമ്പിന്റെ ഒക്കെ ബാക്കിയില്ലയോ, അപ്പൊ അങ്ങനെയൊക്കെ വരും. അല്ല, വീട്ടിലെ ഈ അങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാട്ടോ. അച്ഛന്റെ പേര് രാജു, അമ്മയുടെ പേര് രാധിക, ചേട്ടന്റെ പേര് രമേശ്, എന്റെ പേര് രതീഷ്, കുട്ടിയുടെ പേര് രേഷ്മ. അപ്പൊ രേഷ്മ രതീശോട്. അല്ല, അതിൽ ഇത്ര കോളം കിടക്കാം, ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്തായാലും ഈ പേരെന്തായാലും ഈ കുളത്തിൽ കയറുന്നില്ല. ചേട്ടാ, അപ്പൊ വീട്ടിൽ ആർക്കൊക്കെ ജോലിയുണ്ട്? അവർക്ക് 3 പേർക്കും ജോലിയുണ്ട്. കുട്ടിയുടെ സ്ഥിരം ജോലിയാണ്. അതെ, നമുക്കൊരാൾക്ക് ജോലി മതിയല്ലോ. ഞാൻ ആ മൈൻഡിൽ ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ മൈൻഡ് അതല്ല. ഓക്കെ, അപ്പൊ സെൻസസ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഒപ്പിട്ടേക്കണേ. കുട്ടിയുടെ നമ്പർ എന്താ പറഞ്ഞേ? എന്തിനാ? അല്ല, എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ. സോറി ചേട്ടാ, നരമ്പിന് ഇവിടെ ചികിത്സയില്ല.